നമ്മുടെ ബാച്ച് മെമൻറ്റോ ആണ്. ഇത് ഭയങ്കര സ്പെഷ്യലായിട്ട് ചെയ്തൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഒരു കേൾക്കുന്നുണ്ടോ? സ്പെരെ സോറി. ഓക്കെ, ഇത് വളരെ സ്പെഷ്യലായിട്ട് എല്ലാ ബാച്ച്മേറ്റ്സിനും വേണ്ടി നമ്മൾ ചെയ്തൊരു മെമൻറ്റോ ആണ്. അതിന് വളരെ ഈവൻ ഓർഗനൈസിങ് ടീമിൽ പോലും എല്ലാവർക്കും അറിയില്ല. വളരെ നമ്മളൊരു ഒരു സീക്രട്ട് ഓപ്പറേഷൻ ആയിരുന്നു അത് മൊത്തം. അപ്പം ഈ ടീമായിരുന്നു അതിന് പിന്നിൽ. ലൗജി, കല, പ്രിറ്റി, മാണി, സന്തോഷ്. ഇതിൻ്റെ ഒരു ഐഡിയ എനിക്ക് വന്നൊരു ഐഡിയ ആയിരുന്നു. അത് ഞാൻ പണ്ട് ബാച്ചിൽ ഞാനൊരു പിക്ചർ അത് ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് കണക്ക് എൻ്റെ ഒരു കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സോവനിയർ ഇറങ്ങിക്കഴിഞ്ഞപ്പം കുറേ കമൻസ് എനിക്ക് വന്നിരുന്നു, കുറേ പേര് നല്ല പോസിറ്റീവ് കമൻസ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചില സമയങ്ങളിൽ I used to read, like when I am down or when I am like feeling sad, it always used to make me happy. അപ്പം സ്പോട്ട്ലൈറ്റ് തുടങ്ങിയപ്പം സ്പോട്ട്ലൈറ്റ് നമ്മൾ ഭയങ്കര എഫേർട്ട് ഇട്ട്, സ്പോട്ട്ലൈറ്റ് ടീമിനെ പറ്റി പിന്നെ പറയാം, പക്ഷേ സ്പോട്ട്ലൈറ്റ് ടീം വളരെ എഫേർട്ട് ഇട്ട് നമ്മളെപ്പറ്റി മീൻസ് ഒത്തിരിയും പേര്, അതേപോലെ ഒത്തിരിയും പേര്. അപ്പം എനിക്കത് വേസ്റ്റായി പോകരുതെന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി പ്രഷ്യസ്. ഈച്ച് ആൻഡ് എവറി വേർഡ് നിങ്ങൾ എഴുതിയത് വാസ് വെരി പ്രഷ്യസ്. അതൊരു വാട്സാപ്പിൽ എവിടെയെങ്കിലും ആരും കാണാത്തൊരു സാധനം ആകരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഈ ആഗ്രഹം ഞാൻ ഇവരോട് പറഞ്ഞു. എനിക്കിത് നടക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു. എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, ഇതൊരു ട്രഷറായിട്ട് ഷാഫിനെ പറ്റി എഴുതിയത് ഷാഫിക്കൊരു ട്രഷറായിട്ട് നമുക്ക് കൈ കൊടുക്കാൻ പറ്റുമോ? ദാറ്റ് വാസ് ദ കൺസെപ്റ്റ്. അത് ഞാൻ ഈ ടീമുമായിട്ട് ഡിസ്കഷൻസ് ഒത്തിരി നടത്തി. അത് ഇവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത്. മാണി, പ്രിറ്റിയൊക്കെ ഒത്തിരിയും ഈ നിങ്ങൾ എഴുതുന്ന ഓരോ വാട്സാപ്പ് ഇത് ഓരോ ബാച്ച്മേറ്റിൻ്റെയും നമ്മൾ വന്നിരിക്കുന്ന എല്ലാം അരിച്ച് പറക്കി, ഇടയ്ക്ക് നമ്മുടെ ഷബീർ അലിയുടെ ഇതിൻ്റെ അന്നൊക്കെ പറക്കിയെടുക്കണ്ടേ. അപ്പം അത്രയും പാടുപെട്ടിട്ട് ഒന്ന് ഓർത്ത് നോക്കണം. അപ്പം അത് അവർ കമ്പൈൽ ചെയ്ത് എനിക്ക് രാത്രിയും പകലും ഇല്ലാതെ. അതേപോലെ മാണി ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്ന. മാണിക്കത് ഓവർ പോയപ്പം പ്രിറ്റീനെ ഏൽപ്പിച്ചു. പ്രിറ്റിയും അതേപോലെ പിക്ക് ചെയ്ത് ഒത്തിരിയും ചെയ്തു. പിന്നെ ഇവിടെ ഇല്ലാത്ത ഒരു ഇൻസ്ട്രുമെന്റിലായിട്ട് വേറൊരു പയ്യനുണ്ട്. നമ്മുടെ ഒരു ഡിസൈനറാണ്, രജീഷ് എന്നാണ് പേര്. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഹി മേഡ് ദിസ് ഹാപ്പൻ. നമ്മുടെ കൺസെപ്റ്റ്സ് പറഞ്ഞ് ഹി വർക്ക്ഡ് ഹാർഡ് ടു മേക്ക് ദിസ് ഹാപ്പൻ. ആൻഡ് ഈ മെമൻറ്റോ നിങ്ങൾ ട്രഷർ ചെയ്യണം. ദിസ് ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്, മെയ്ഡ് വിത്ത് ലവ്. And you will see it. So ഇത് നമ്മുടെ ലോഗോ. ഇതാണ് നമ്മുടെ ലോഗോ ഡിസൈൻ ചെയ്ത്. ഇത് ഇപ്പം നൗഷിഫിൻ്റെ ആണെന്ന് തോന്നുന്നു. നൗഷിഫിനെ പറ്റി പറഞ്ഞിട്ടുള്ള എല്ലാം ആരൊക്കെ പറഞ്ഞു എല്ലാം പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചെറിയ ബുക്കിൽ. ഇതാണ് നല്ലത് മാത്രം. നോട്ട്സ് എന്ന് പറഞ്ഞ് 2-3 പേജ് എക്സ്ട്രാ ഉണ്ട്. ഇനി ആരെങ്കിലും പറയുകയാണെങ്കിൽ എഴുതി വെക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇത് വന്നത് നമ്മുടെ അച്ഛൻ്റെ പേര് പ്രത്യേകം പറയണം. കാരണം ഹി വർക്ക്സ് സോ ഹാർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം രജീഷിൻ്റെ ഒരു ഹാർഡ് വർക്ക്. അപ്പം അതുകൊണ്ടാണ് ഇതിപ്പം മെമൻറ്റോ കൊടുക്കാൻ പോകുന്നത്. ഞങ്ങൾ ബാക്കിൽ നിൽക്കും. അതോടൊപ്പം ഇപ്പം ഫസ്റ്റ് നൗഷിഫിൻ്റെ ആണ്. നൗഷിഫിനെ വിളിക്കും. അത് കഴിഞ്ഞ് ഫെബിൻ ഒരു മെമൻറ്റോ എടുത്തിട്ട് വന്ന് ആരുടെയാന്ന് പറയും. എന്നിട്ട് ഫെബിൻ മറ്റേ ബാച്ച്മേറ്റ് കൊടുക്കും. ഇത് രഞ്ജിനിയുടെ ഐഡിയ ആണ്. താങ്ക് യു, ദാറ്റ്സ് ഓസം. അപ്പോൾ അതായിരിക്കും ഇപ്പം നടക്കാം. ഞങ്ങൾ ജസ്റ്റ് ബാക്കിൽ നിൽക്കുകയുള്ളൂ. ഇപ്പം നൗഷിഫിന് സന്തോഷ് കൊടുക്കും. എന്നിട്ട് ഫെബിൻ വരുമ്പം ഒരു മെമൻറ്റോ റാൻഡോ ആയിരിക്കും. യു ഡോണ്ട് നോ ഹൂസ് ഇറ്റ്, ബട്ട് യു ഹാവ് ദ നെയിം ഓൺ ഇറ്റ്. സോ ആ പേര് പറയുക. അവിടെ ഒരു മൈക്ക് കൊടുക്കാൻ പറ്റുമോ അവർക്ക്? പേര് അവിടെ നിന്ന് അനൗൺസ് ചെയ്യാൻ കിട്ടുമ്പം. ഇത് ഞാൻ നിങ്ങൾ പണ്ട് എനിക്ക് ഇട്ട ഒരു ഫോട്ടോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചൊരിത് നിങ്ങളെ കാണിക്കാനായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് അതിൽ നിന്നാണ് ഞാൻ എല്ലാവരെയും കാണിക്കാറുണ്ട്. ഇത് നമ്മൾ സൊവനിയർ കഴിഞ്ഞിട്ട് വളരെ ഒരു നല്ല സൊവനിയർ വളരെ സക്സസ്ഫുള്ളായിട്ട് എന്നെക്കുറിച്ച് സെൽഫാണ് എങ്കിലും ധർമ്മൻ എഴുതിയാണ്. I observed that after leaving Calicut Medical College, I have never come across a leader so capable and skilled. Truly Kerala's loss. ഉറപ്പല്ലേ?
ഇപ്പം പത്മ എൻ്റെ ഇടയിൽ എഴുതി ഐ സെക്കൻഡ് ദാറ്റ് ടോട്ടലി ജയ് ബോലോ റപ്പായിക്ക്. ഷംന ഡെഫിനറ്റ്ലി. മാണി അതിൻ്റെ ഇടയിൽ എഴുതിയിരിക്കുന്നു യെസ് ജോർജ്, സോ പ്രൗഡ് ഓഫ് യു ആൻഡ് സോ താങ്ക്ഫുൾ ടു ബി യുവർ ബാച്ച് മേറ്റ്. അങ്ങനെ അത് തുടർന്നു. അപ്പോൾ അതെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. ഇറ്റ് മേക്സ് മീ സോ ഹാപ്പി. ഐ എം സോ ഹാപ്പി ടുഡേ. ഇറ്റ് മേക്സ് മീ സോ ഹാപ്പി ആൻഡ് ഐ വാണ്ട് യു ഓൾ ടു ഫീൽ ദാറ്റ് സെയിം ഹാപ്പിനെസ് ഇത് വായിക്കുമ്പം. അതോടൊപ്പം നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, പല കാര്യങ്ങളും, വിഷമങ്ങളും നമുക്ക് എല്ലാവർക്കും വരാം, സ്ട്രെസ്ഫുൾ. ഇതൊക്കെ വായിക്കുക. ലൈക്ക് ദീസ് വർ ലൈക്ക് ട്രഷേഴ്സ്. ലൈക്ക് ഈ എഴുതിയ കാര്യങ്ങൾ ഞാൻ ഞെട്ടിയിട്ടുണ്ട് സ്പോട്ട് ലൈറ്റിൽ. പലരും നമ്മൾ പോലും ഓർക്കാത്ത കാര്യങ്ങൾ ഇവരെങ്ങനെ ഓർത്തിരുന്നു. സന്തോഷിൻ്റെയൊക്കെ മെമ്മറി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തൊക്കെയാ കറക്റ്റ് അവൻ എഴുതുന്നില്ല. അങ്ങനെ പലരും, ഞാൻ സന്തോഷിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പം ഒത്തിരി ഹാർഡ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ലെറ്റ് സ്റ്റാർട്ട്. ഒരു കാര്യം പറയട്ടെ, ഇതിലെ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാനാണ്. നമ്മൾ സ്പോട്ട് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സ്പോട്ട് ലൈറ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വേറൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ കുറച്ച് പേര് മാത്രമായിട്ട്. അതിൽ ദീപ്തി മാണിയാണ് ഫുൾ എഫേർട്ട് ആദ്യം ഇട്ടിരുന്നത്. കാരണം ഇതെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കമ്പൈൽ ചെയ്ത് അതിൽ നമ്മൾ ആ വാട്സാപ്പിൽ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലെല്ലാവരും എഴുതിയതിൽ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്കും അല്ലെങ്കിൽ കുറേ ഷോർട്ട് ഫോംസും ഒക്കെ ഇല്ലേ. അപ്പോൾ അതിനെല്ലാം കറക്റ്റ് പിന്നീട് വലിയൊരു ടാസ്ക് ആയിരുന്നു. ഇതിപ്പോൾ അനീഷ് ജോർജ് ഈ ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ ഞാനും ആദ്യം ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര മേക്ക് ഇറ്റ് ഹാപ്പൻ വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ജോബാണ്. പക്ഷെ അത് അനീഷ് ജോർജിൻ്റെ ഒരു എന്താ പറയുക, ഇത് നടത്തണം എന്നുള്ള ഒരു നടത്തിയേ തീരൂ എന്നുള്ള ഒരു ഇതായിരുന്നു. അതിൽ ശരിക്കും അനീഷ് ജോർജിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ MBBS കാലത്ത് അറിയാതെ പോയ ഒരു വലിയ ആർട്ടിസ്റ്റാണ് ലൗജിയുടെ പിക്ചേഴ്സ് എല്ലാം അവിടെ എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. അവൻ്റെ വീട്ടിൽ പോയാൽ അതിനേക്കാൾ വലിയ ഒരു എന്താ പറയുക, അവൻ്റെ കുറേ മാസ്റ്റർ വർക്ക്സ് അവിടെ ഉണ്ട് അല്ലേ, പ്രകാശനത്തിന് എന്താണെങ്കിലും. അപ്പോൾ അവനും കലയും കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തതും ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും. അതായത് എനിക്ക് ഒന്ന് ഈ ഫോട്ടോയും ഇതിലെ കാണുന്ന ഓരോ കളേഴ്സും വരെ ഇങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടാണ്, മനസ്സിലായോ, കുറേ ഫൈൻ ട്യൂൺ ചെയ്ത് വന്ന ഒരു സാധനമാണ്. അതിനും കലയെയും ലൗജിയെയും സ്പെഷ്യലായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം.